പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന്റെ കെട്ടിട നിർമ്മാണത്തിൽ നിലവാരം ഉറപ്പിക്കാൻ സാധിച്ചില്ലെന്ന് KITCC എഞ്ചിനീയറുടെ തുറന്നു പറച്ചിൽ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലാണ് എഞ്ചിനീയറുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപാണ് പുതിയ OP ബ്ലോക്കിന്റെയും ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കിന്റെയും ഉദ്ഘാടനം മുൻമന്ത്രി വീണ ജോർജ് നടത്തിയത്. ഷിജോ കുര്യൻ ഷിജോ, തെരഞ്ഞെടുപ്പ് ഇലക്ഷന് തൊട്ടു മുമ്പുള്ള ഒരു കണ്ണിൽ പൊടിയിടൽ നാടകം, വ്യാജം, ഉടായ്പ് എന്നൊക്കെ പറയുന്നതിനപ്പുറം അത് ഈ പറഞ്ഞ രോഗികളുടെ സുരക്ഷയൊക്കെ ബാധിക്കുന്നതാണ്. കെട്ടിടത്തിന് ഗുണനിലവാരമില്ലെങ്കിൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് വീഴാൻ കാരണമാകുന്നതല്ലേ? ചെറിയ കാര്യമല്ല ഷിജോ. ഹാഷ്മി, അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള ഒരു തുറന്നു പറച്ചിലാണ് കിറ്റ്കോ എഞ്ചിനീയറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള നിയോജക മണ്ഡലം MLA ആയിരുന്ന വീണ ജോർജ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ പലയിടത്തായിട്ട് വിവിധ പദ്ധതികൾ പൂർത്തിയാക്കാതെ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേട്ടിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നു വന്നിരുന്നത് ഒന്ന് കോഴഞ്ചേരി പാലത്തിന്റെ ഉദ്ഘാടനമാണ്. കോഴഞ്ചേരി പാലം പൂർത്തിയാകാതെ അത് ഉദ്ഘാടനം ചെയ്യുന്നു എന്നൊരു വിമർശനം ഉയർന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ പറയുന്ന പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ആക്ഷേപം അന്ന് തന്നെ മന്ത്രിയായിരിക്കെ വീണ ജോർജ് കേൾക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇന്നലെ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഒരു യോഗത്തിൽ കിറ്റ്കോ എഞ്ചിനീയർ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ടുള്ളത്. ആ തുറന്നു പറച്ചിൽ എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: കെട്ടിടത്തിന്റെ കൃത്യമായിട്ടുള്ള ഗുണനിലവാരം ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം കിറ്റ്കോ എഞ്ചിനീയർ ഇന്നലെ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ യോഗത്തിൽ പറഞ്ഞു എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അതായത് 4 നില കെട്ടിടമായിരുന്നു. ആ കെട്ടിടത്തിന്റെ 2 നില മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതായത് ഈ പൂർത്തിയാക്കിയെന്ന് പറയുമ്പോഴും ഗ്രൗണ്ട് ഫ്ലോറിന്റെ പണി പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. 2ാം നിലയിലുള്ള പണി ഭാഗികമായിട്ട് മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിനിടയിലാണ് അതിന്റെ ഉദ്ഘാടനം നടത്തിയത്. അതിനകത്ത് കൃത്യമായിട്ടുള്ള ഗുണനിലവാരം ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യങ്ങൾ ഇന്നലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ ആറന്മുള നിയുക്ത MLA അബിൻ വർക്കിയുടെയും നേതൃത്വത്തിൽ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ കിറ്റ്കോ എഞ്ചിനീയർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഏതാണ്ട് 23 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയായിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണം. അതിനകത്ത് ഏകദേശം 14 കോടിയോളം രൂപ ചിലവാക്കിയെന്ന് പറയപ്പെടുന്നു. പക്ഷേ 9 കോടി രൂപയുടെ ബില്ല് ഇതിനോടകം മാറുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഈ രീതിയിൽ കെട്ടിടത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ല എന്ന് ആ നിർമ്മാണ പ്രവർത്തികൾക്ക് ചുക്കാൻ പിടിച്ച കിറ്റ്കോ എഞ്ചിനീയർ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അങ്ങേയറ്റം ഗൗരവതരമാണ്. അത് രോഗികളുടെ സുരക്ഷയെ ബാധിക്കുന്നതാണ്. നമ്മുടെ മുമ്പിലെല്ലാം ഒരു ഉദാഹരണമുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കാലപ്പഴക്കം നിന്ന് കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യം മുമ്പിൽ നിൽക്കെ എന്തുകൊണ്ട് ഗുണനിലവാരം ഉറപ്പുവരുത്താതെ ഒരു കെട്ടിടം, ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും സ്വാഭാവികമായിട്ടും പൂർണ്ണമായിട്ടുള്ളൊരു ഓഡിറ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാവും. സ്ഥലം MLA അബിൻ വർക്കിയും അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തിന് ബന്ധപ്പെട്ട അധികൃതരും വരും ദിവസങ്ങളിൽ ആശുപത്രി കെട്ടിടം വീണ്ടും സന്ദർശിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള സുരക്ഷാ ഓഡിറ്റ് നടത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലായിരിക്കും MLAയുടെ നേതൃത്വത്തിൽ ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്തുക. അതിനകത്ത് ഏതൊക്കെ രീതിയിലുള്ള ക്രമക്കേടുകൾ ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട് എന്നുകൂടി കണ്ടെത്തുമെന്നുള്ള കാര്യം അബിൻ വർക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.